നിരുപാധികം പള്ളിക്ക് വിലക്കേർപ്പെടുത്താൻ പാടില്ല. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആതിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്ന സമയത്ത് 5 നേരം പള്ളിയിൽ പോകാൻ എന്നെ അനുവദിക്കണം എന്ന നിബന്ധനയോടുകൂടിയാണ് ആതിയ റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ. ഇത് ഞാൻ കൃത്യമായിക്കൊണ്ട് തെളിവുകൾ സഹിതം തെളിയിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ പണ്ഡിതധാരിക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. ഇനി ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാത്തതെങ്കിൽ ഈ സമസ്തയുടെ ഒരു പണ്ഡിതൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. സ്ത്രീകൾക്ക് നിരുപാധികം പള്ളിക്ക് വിലക്കേർപ്പെടുത്താൻ പാടില്ല. ഒരു പെണ്ണ് പള്ളിയിൽ പോവുകയാണെങ്കിൽ അങ്ങനെ തടയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങളുടെ ഭാര്യ ഞാൻ സൂചിപ്പിച്ച ആർത്തിക്ക് പോകണമെന്നപ്പോ തടയാന്നൊരു ഉമർലാന്നു ഇല്ലെങ്കിൽ ഉമർലാഹു തടയുമ്പോൾ എല്ലാ സാഹചര്യവും ഒത്തിണങ്ങിയാൽ സ്ത്രീകളെ തടയാൻ ഒരു ചാൻസും ഇല്ല എന്ന് തന്നെയാണ് സത്യം. ഉസ്താദിന് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? നിങ്ങൾ സലഫികൾ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലും കൃത്യമായിക്കൊണ്ട് ഖുർആനിലും ഹദീസിലും തെളിവുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. നമ്മളൊക്കെ ആഗ്രഹം സ്വർഗത്തിലെത്തുക, ശരിയായ പാതയിലായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായിക്കൊണ്ട് പഠിക്കുക. ആരെങ്കിലും പറയുന്നത് അന്ധമായിക്കൊണ്ട് പിൻപറ്റാതെ നിങ്ങൾ രണ്ടുപേരുടെയും സംസാരം ശരിക്കും കേൾക്കുക. എന്നിട്ട് സത്യം എന്താണ് എന്ന് മനസ്സിലാക്കണം എന്ന നിയത്തോടു കൂടി നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് വല്ലാഹി സലഫി ആശയം സത്യമാണ് എന്നും ഖുർആനിലും ഹദീസിലും യോജിച്ചതാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യാണ്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി കൊണ്ട് പഠിക്കുക. സത്യം മനസ്സിലാക്കണം എന്ന നിയത്തോടു കൂടി നിങ്ങൾ പഠിക്കണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്.